കൃത്യമാണ്. ഒരു പെൻഷന് മാത്രമേ അർഹതയുള്ളൂ എന്നതിനാൽ ഇത്തരത്തിൽ ബോർഡ് പെൻഷൻ അനുവദിക്കുന്ന അവസരത്തിൽ ഗുണഭോക്താവ് നിലവിൽ വാങ്ങി വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആ സമയം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഗവൺമെന്റ് ഉത്തരവ് എഴുതി വെച്ചിട്ട് അതിന് ഞങ്ങളോട് ചോദിക്കുക, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സഭയിൽ പറയുന്നതെന്ന് ചോദിക്കുക. ഇപ്പൊ പിന്നെ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞല്ലോ, കർണാടകയിൽ പെട്രോൾ വില കൂടി. കർണാടകയിൽ ഇന്നും ബാംഗ്ലൂര് എത്രയാണെന്നറിയാമോ? ഇന്നത്തെ പെട്രോൾ വില 102 രൂപ 86 പൈസ. കേരളത്തിൽ എത്രയാണെന്നറിയാമോ? 107 രൂപ 35 പൈസ. അവിടെ കൂട്ടിയിട്ടും ഇതിന്റെ അടുത്തെങ്ങും എത്തിയിട്ടില്ല. അവിടെ കൂട്ടിയിട്ടും ഇതിന്റെ അടുത്തെങ്ങും കേരളത്തിൽ എത്തിയിട്ടില്ല. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് എന്താ? ബജറ്റിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ്. ആ പണം വന്നിട്ടുണ്ടല്ലോ സഞ്ചിത നിധിയിൽ, കൺസോളിഡേറ്റ് ഫണ്ടിൽ. എന്നിട്ട് എന്തേ ഈ പാവങ്ങൾക്ക് കൊടുക്കാറുള്ളത്? നിങ്ങളാണ് ജനങ്ങളെ കബളിപ്പിച്ചത്. അല്ലെ, ഞാൻ തീർക്കട്ടെ. നിങ്ങൾ പെട്രോളിനും ഡീസലിനും സെസ് വർദ്ധിപ്പിച്ചത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് അവരിൽ നിന്ന് നിങ്ങൾ നികുതി പിരിച്ചിട്ട് നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാതെ 6 മാസത്തെ കുടിശ്ശിക നിങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ മസ്റ്ററിംഗ് നിർബന്ധമാക്കി. എത്രയോ പാവങ്ങളാണ് കിടപ്പ് രോഗികൾ, ആയിരക്കണക്കിന് കിടപ്പ് രോഗികളാണ്, എണീറ്റ് വരാൻ വയ്യാത്ത ആളുകൾ, ഭിന്നശേഷിക്കാരായ ആളുകൾ ഈ മസ്റ്ററിംഗ് നടത്താൻ പറ്റാതെ നിൽക്കുന്നു. അവർ ഈ തിരക്ക് കൊണ്ടും മറ്റും 3 മാസം 4 മാസം വൈകി മസ്റ്ററിംഗ് നടത്തിയാൽ എന്ത് ചെയ്യുമെന്നറിയോ? ആ മസ്റ്ററിംഗ് നടത്താത്ത പീരീഡിലെ പെൻഷനങ്ങ് വേണ്ടാന്ന് വയ്ക്കും, ഒഴിവാക്കും. എന്നിട്ട് മസ്റ്ററിംഗ് നടത്തിയ അന്ന് മുതൽ പെൻഷൻ കൊടുക്കും. അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് അറിയാൻ വേണ്ടിയിട്ടാണ് മസ്റ്ററിംഗ് നടത്തുന്നതെന്നാണ് പറയുന്നത്. ഫെബ്രുവരിയിൽ മസ്റ്ററിംഗ് നടത്തേണ്ടത് ഓഗസ്റ്റിലാണ് നടത്തുന്നതെങ്കിൽ ഓഗസ്റ്റ് നടത്തുമ്പോൾ ആൾ ജീവിച്ചിരിക്കണ്ടല്ലോ. ഫെബ്രുവരിയിൽ മരിച്ച ആള് ഓഗസ്റ്റിൽ ജീവിച്ചു വരുമോ? എന്നിട്ട് എന്ത് ചെയ്യും? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ 6 മാസത്തെ പെൻഷൻ അവരുടെ റദ്ദ് ചെയ്യും. ഇത്ര ഉത്തരവാണ്, സർക്കാർ ഉത്തരവ്. ആരോടാണ് നിങ്ങളിത് കാണിക്കുന്നത്? ഈ പാവങ്ങളോടാണ് നിങ്ങളിത് ചെയ്യുന്നത്. ഇത് തളർന്നു കിടക്കുന്ന പാവങ്ങൾ, അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അക്ഷയയിൽ പോയി മറ്റത് പോയി മസ്റ്ററിംഗ് നടത്താൻ പറ്റാത്തതുകൊണ്ടാണ്. തളർന്നു കിടക്കുന്ന പാവങ്ങളോടാണ്, വൈകിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതായിട്ട് നേരത്തെ തെളിവ് തന്നില്ല, വൈകിയാണ് ജീവിച്ചിരിക്കുന്നതായിട്ട് തെളിവ് തന്നത് എന്ന് പറയാണ്. നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കില്ലേ? കാരണം നമ്മൾ എല്ലാ ദിവസവും കാണുമല്ലേ, ഈ പാവങ്ങളെ കാണുമല്ലേ, നിങ്ങളും കാണുമല്ലേ. അവർ വന്ന് സങ്കടം പറയുന്നത്, മരുന്ന് മേടിക്കാൻ കാശില്ല എന്ന് പറയുന്നത്, ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നത്. ആ പാവങ്ങൾക്ക് വേണ്ടി ഇവിടെയല്ലാതെ എവിടെ പോയി സംസാരിക്കും? നിങ്ങൾക്ക് എന്താണ് നിങ്ങളിപ്പോ പെൻഷൻ കമ്പനിയിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയാണ്. ഈ ഭാഗം ഒന്നിരിക്ക്, അവിടെ ഇരിക്ക്. അദ്ദേഹം സൈലന്റായി, നിങ്ങൾ സൈലന്റാവും, അവിടെ സൈലന്റായി. പ്ലീസ് സംസാരിക്കുക. ഞങ്ങളെ ചോദിച്ചു, ഇവിടെ ഈ നിയമസഭയിൽ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബഹളം ഉണ്ടാക്കി, ഇതുപോലെ ഞങ്ങളെ പരിഹസിച്ചു. ഇപ്പോൾ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ 14 ജില്ലാ കമ്മിറ്റികളിൽ നിങ്ങളുടെ 2 പാർട്ടിയുടെയും ആ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ചോദിക്കുന്നില്ലേ? പത്രവാർത്തകൾ ശരിയാണെങ്കിൽ. ഈ പത്രവാർത്തകൾ ശരിയല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയും നിങ്ങളുടെ കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം. കാരണം അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കണം. പ്രതിപക്ഷം ഈ നിയമസഭയിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യം